ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഫാദേഴ്സ് ഡേ ആണ്. അപ്പോൾ ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും സ്റ്റാറ്റസും വീഡിയോസും ഒക്കെ ഇട്ടിട്ടുണ്ടാവും. ഈ പറയണ ഞാനും ഇട്ടിട്ടുണ്ട്. ഇന്ന് സ്റ്റാറ്റസ് ഉണ്ടാവും, വീഡിയോസ് ഉണ്ടാവും, പോസ്റ്റുകൾ ഉണ്ടാകും. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലൊക്കെ നല്ല പോസ്റ്റുകൾ ഉണ്ടാകുന്നു അല്ലേ? ഒരു 2 വരി എഴുതിയിട്ടെങ്കിലും നമ്മളത് പോസ്റ്റ് ചെയ്യും. പക്ഷെ ഞാനിന്ന് വന്നിട്ടുള്ളൊരു വിഷയം ഇതിനെ തുടർന്നിട്ടുള്ള വിഷയം തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഫാദേഴ്സ് ഡേ. എനിക്ക് പറയാനുള്ളത് ഒരു മെസ്സേജായിട്ടോ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ടോ എടുക്കാം. ഞാൻ അത് ഉൾക്കൊണ്ടു, അല്ലെങ്കിൽ ഒരിക്കലും അത്തരത്തിലാവരുത് എൻ്റെ ജീവിതം എന്നാഗ്രഹിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ. കാരണം എനിക്കെൻ്റെ ഉപ്പ എന്ന് പറഞ്ഞത് ഏറ്റവും വലിയൊരു സമ്പാദ്യമാണ്. അതെവിടെയും ആയിക്കോട്ടെ, ഏത് കുടുംബത്തിലും ആയിക്കോട്ടെ, അതങ്ങനെ തന്നെയാണ്, അങ്ങനെ തന്നെ ആയിരിക്കും വേണം. ഞാൻ ഒരു ചെറിയൊരു കഥയിൽ നിന്നാണ് തുടങ്ങുന്നത്. കഥയാണെന്ന് പറയാൻ പറ്റില്ല, കാരണം ഞാൻ ഈ സോഷ്യൽ മീഡിയ കാണുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നൊരു കാര്യമുണ്ട്. യൂട്യൂബ് അല്ലാതെ ഫേസ്ബുക്ക് ഞാൻ നന്നായിട്ട് കാണാറുണ്ട്, അതിൽ വരുന്ന വീഡിയോസ്. കാരണം ഫേസ്ബുക്കിൽ വരുന്നത് ഫേക്കായിട്ടുള്ള ന്യൂസുകൾ നമുക്ക് അപ്ലോഡ് ചെയ്യൽ കുറവായിരിക്കും. ഞാൻ എല്ലാ വീഡിയോസും കാണുന്ന ഒരാളുമല്ല. ഞാൻ എത്രയോ മുൻപ് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ എൻ്റെ ഒരു ഈ അഭിപ്രായം നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് ഞാൻ കുറേ ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ മാസമാണ് ഞാനിത് കണ്ടതെന്ന് തോന്നുന്നു. ആ മഴ പെയ്യുന്ന സമയത്താണ് ഞാൻ ആ ഒരു വീഡിയോ കാണാനിടയായത്. അപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ കാണുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ, കറണ്ട് പോയി വന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ കാണുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ, സോഷ്യൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസാണ് ഞാൻ കൂടുതലും കാണാറുള്ളത്. അപ്പോൾ എന്താ പറയുക, അങ്ങനെ ഞാനിങ്ങനെ ഫേസ്ബുക്കിൽ ഇങ്ങനെ വീഡിയോ കണ്ടിരിക്കുന്ന സമയത്ത് ഒരു വീഡിയോ എൻ്റെ കണ്ണിൽ പെടാനുള്ളൊരു സാഹചര്യം ഉണ്ടായി. ഒരു ബസ് സ്റ്റാൻഡാണ് ചിത്രത്തിൽ ആദ്യം തെളിഞ്ഞു വന്നത്. അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം, ഈ ഒരു മഴയല്ല ഉണ്ടായിരുന്നത്, നല്ല മഴ, തോരാത്തൊരു മഴ ഉണ്ടായിരുന്നു. ജൂണിന് മുൻപായിട്ട് ഒരു 10-15 ദിവസം നീണ്ടു നിന്നൊരു മഴ ഉണ്ടായിരുന്നു. വേനൽ മഴ കടുത്തിരുന്നു. ആ സമയത്താണ് ഞാൻ ഈ ഒരു വീഡിയോ കാണുന്നത്. അപ്പം ഞാനത് അങ്ങനെ ഓപ്പൺ ആക്കി നോക്കുമ്പോൾ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല പ്രായമുള്ള ഒരു മനുഷ്യൻ കിടക്കുന്നുണ്ട്. കംപ്ലീറ്റ് നനഞ്ഞ് കുതിർന്നപ്പോൾ കയറി കിടന്നതാണ്. ഒന്നുമില്ല, ഒരു ഷാളുണ്ട് കയ്യിൽ, അത് ഇങ്ങനെ പൊതിച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കുറച്ച് ചെറുപ്പക്കാർ വന്നിട്ട്, എനിക്ക് തോന്നുന്നു കോളേജ് വിദ്യാർത്ഥികളെ പോലെ തോന്നുന്നു അവരെ കണ്ടിട്ട്, അങ്ങനെ വന്നിട്ട് ഇദ്ദേഹത്തിനോട് ചോദിക്കും, ഫുള്ളായിട്ട് നനഞ്ഞിട്ടുണ്ടല്ലോ, എന്താ ഇവിടെ കിടക്കണത് എന്ന് ചോദിക്കുമ്പോൾ ആദ്യത്തെ ചോദ്യം എന്താണെന്നറിയോ? നിങ്ങൾ എനിക്ക് ഭക്ഷണം മേടിച്ച് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിൽ ഒരു ചെറുപ്പക്കാരൻ പോയി കുറച്ച് ഭക്ഷണം, കുടിക്കാനുള്ള വെള്ളവും കൊണ്ടുവന്ന് കൊടുത്തു. ഒരു കൂട്ടം ഡ്രസ്സ് വാങ്ങിച്ച് ഫുള്ളും ഡ്രസ്സൊക്കെ മാറ്റിച്ചിട്ട് ചൂട് ചായയും ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ ചോദിച്ചതിനുള്ള ഉത്തരമല്ലല്ലോ, എന്തൊരു മഴയാണ് പെയ്യുന്നത്, നിങ്ങളെന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. ഞാൻ എൻ്റെ മോൻ്റെ കൂടെ വന്നതാണ്. വരുമ്പോൾ എൻ്റെ കയ്യിൽ എനിക്ക് കിട്ടിയ പെൻഷൻ തുക ഉണ്ടായിരുന്നു. അതും കൊണ്ട് വണ്ടി വിളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പോയിട്ട് എനിക്ക് ഇതുവരെ പിന്നെ
വന്നില്ല. അപ്പോൾ ഞാൻ ബസ്സിന് പോകാമെന്ന് വിചാരിച്ച് വന്ന് നിന്നപ്പോൾ പിന്നെ എൻ്റെ കയ്യിൽ പൈസയില്ല. എൻ്റെ കയ്യിലുള്ള പൈസ പോലും ഞാൻ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് നേരം കൊണ്ട് ആ മോൻ എടുത്തിട്ട് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അതിലുള്ള ഒരു ചെറുപ്പക്കാരൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? നിങ്ങൾക്ക് ഇനിയിപ്പോൾ പൈസൻ്റെ ബുദ്ധിമുട്ടാണ് നാട്ടിലേക്ക് എത്താനെങ്കിൽ ഞങ്ങൾ സഹായിക്കാമെന്ന് പറയുമ്പോൾ, വേണ്ട, ഇനി ഞാൻ വീട്ടിലേക്ക് പോകണില്ല എന്ന് പറയും. എത്ര മക്കളുണ്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു 6 ആൺമക്കളുണ്ട് എനിക്ക് എന്ന് പറഞ്ഞു. 6 ആൺമക്കളുണ്ട് എനിക്ക്, പക്ഷെ ഞാൻ ഓരോരുത്തേക്ക് പോകണില്ല. എന്നെ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനത്തിലേക്ക് നിങ്ങൾക്ക് എന്നെ എത്തിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഈ ചെറുപ്പക്കാരെല്ലാവരും കൂടി ഒരു സ്ഥാപനത്തിന്, വയനാട്ടിൽ തന്നെയുള്ളൊരു സ്ഥാപനത്തിൽ അയാളെ എത്തിച്ചു. അതുവരെയുള്ള വീഡിയോ ഉണ്ട്. ഉപ്പ പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് പറ്റുന്നത് പോലെ ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. ആ ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരെയും പഠിപ്പിച്ചു, നല്ല രീതിയിൽ എത്തിച്ചു. എൻ്റെ ഒരു മോന് ഡോക്ടറാണ്, ഒരാൾ എൻജിനീയറാണ്. പിന്നെയും ചെറിയ മോനിക്കാണ് ചെറിയൊരു പ്രശ്നമായിട്ടുള്ളതൊരു മാനസിക ബുദ്ധിമുട്ട് പോലെ ഉണ്ട് ചെറിയൊരു മോനിക്ക്. അപ്പോൾ ഉള്ള വീട് ഈ ചെറിയ മോൻ്റെ പേരിൽ എഴുതി കൊടുത്തു, വിവാഹം കഴിപ്പിച്ചു, മക്കളുണ്ട്, സന്തോഷമായിട്ട് ജീവിക്കുന്നു. എൻ്റെ പെൻഷൻ തുക കൊണ്ടാണ് ഞാൻ അവിടെ കഴിഞ്ഞിരുന്നത്, അവരാരും ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ വയനാട്ടിലൊരു സ്ഥാപനത്തിൽ സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷേ ഈ സന്തോഷം എന്തുകൊണ്ടാണ് നമുക്ക് ആർക്കും നമ്മുടെ മാതാപിതാക്കൾക്ക് കൊടുക്കാൻ പറ്റാത്തത്? അത് ഒരു കേസ് മാത്രമല്ല, അത് പലരും ഉണ്ട് അങ്ങനെ. നമ്മൾ ഇന്നത്തെ ഒരു ദിവസം ഓർമ്മ വെച്ച് സ്റ്റാറ്റസ് ഇടും, സ്റ്റോറി ഇടും, ബാപ്പാർക്ക് സമ്മാനങ്ങൾ നൽകും, ഓരോ യാത്ര കൊണ്ടുപോകും, അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കൊണ്ട് കൊടുക്കും. നമുക്കൊരു ഫോട്ടോയോ ഒരു വീഡിയോ കിട്ടണം അല്ലേ? എന്തിനാ? സ്റ്റാറ്റസ് ഇടാൻ, അല്ലെങ്കിൽ സ്റ്റോറി ഇടാൻ, അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ. എന്നെ കാണുന്ന എത്ര പേർക്ക് ഞാൻ ഈ ചോദിക്കുന്നതിന് ഒരു കൃത്യമായ ഉത്തരം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ആ സമയം നമ്മൾ സ്റ്റോറി ഇടുന്ന, സ്റ്റാറ്റസ് ഇടുന്ന, അതൊരു ദിവസം കൊണ്ട് തീരും. പലരും അങ്ങനെയാണിപ്പോൾ ഈ സമൂഹത്തിലായിക്കോട്ടെ. എത്ര മക്കൾ നമ്മളെപ്പോലെ അല്ലെങ്കിൽ എന്നെപ്പോലെ നിങ്ങളെപ്പോലുള്ളവരുണ്ട്? നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. എന്താണത്? നമ്മളിന്ന് സുഖസൗകര്യത്തോടെ ജീവിക്കുമ്പോൾ, വെയിലില്ല, മഴയില്ല, ഒന്നും കൊള്ളാതെ ഞാൻ ഉൾപ്പെടെയുള്ള മക്കൾ സന്തോഷമായിട്ട് ജീവിക്കാം. ഒരു പ്രയാസം അറിയുന്നില്ല. ഒക്കെ കൈയിൻ്റെ മുന്നിലും കണ്ണിൻ്റെ മുന്നിലും നമുക്ക് എത്തിച്ചു തരുന്നത് വാപ്പ എന്നൊരു വിയർപ്പ് ഒഴുക്കാൻ ഒരാളുള്ളതുകൊണ്ടാണ്. ഒരു പ്രയാസവും നമ്മൾ അറിയുന്നില്ല, ഒരു പ്രയാസങ്ങളും നമ്മൾ അറിയിക്കുന്നില്ല. ചിലർക്ക് തോന്നും വലിയ വീട് കെട്ടുമ്പോൾ അല്ലെങ്കിൽ വലിയ സൗകര്യത്തിൽ കഴിയുമ്പോൾ പ്രായം ചെന്ന വാപ്പയും ഉമ്മയും ബാധ്യതകളാണ്, നല്ല ബാധ്യതകളാണ്. അവരുടെ ശബ്ദം, അവരൊന്ന് ഉയർത്തി വർത്താനം പറഞ്ഞാൽ ഒക്കെ ബാധ്യതകളാണ്. ഒന്ന് ചുമച്ചാൽ, ഒന്ന് തുമ്മിയാൽ നമ്മളെ സുഹൃത്തുക്കൾക്കിടയിൽ മാനക്കേടാണ്. പ്രായമായില്ലേ, നമ്മളെ സ്റ്റാറ്റസിന് ചിലപ്പോൾ അവർ പറ്റൂല. നമുക്ക് നല്ല ബ്രാൻഡഡ് ഉള്ള സാധനങ്ങളെ പറ്റുള്ളൂ അല്ലേ? ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ഡ്രസ്സിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, യാത്ര ആയിക്കോട്ടെ, നമുക്കൊക്കെ ബ്രാൻഡഡ് ആയിട്ടുള്ളത് വേണം. നമുക്ക് ഒരു എന്താ പറയുക,
ബ്രാൻഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണം. അതുകൊണ്ട് തന്നെ ഞാൻ ഉൾപ്പെടെയുള്ള മക്കൾക്ക് നമുക്ക് വിയർപ്പിൻ്റെ ഗന്ധം അടിക്കില്ല. കാരണം എന്താണെന്നറിയോ, നല്ല ബ്രാൻഡഡ് പെർഫ്യൂം ഉണ്ടാവും, ബ്രാൻഡഡ് ഷർട്ട് ഉണ്ടാവും, ഷൂസ് ഉണ്ടാകും. അതുകൊണ്ട് നമ്മളൊന്നും കാലിൽ മുള്ളു വരെ കൊള്ളൂല. പക്ഷേ ഇതൊന്നുമല്ല നമ്മുടെ ഗന്ധം. നമ്മുടെ ഗന്ധം എന്താണെന്നറിയോ, നമ്മൾ ഉപ്പ ഒഴുക്കുന്ന വിയർപ്പിൻ്റെ ഗന്ധമില്ലേ, അതാ നമുക്ക് ഗന്ധം. ആ ഗന്ധം നമ്മുടെ ശരീരത്തിലും നമ്മുടെ ജീവിതത്തിലും ആ ഗന്ധം എന്ന് നഷ്ടപ്പെടുന്നു, അന്ന് നമ്മൾ ഒറ്റപ്പെട്ടു പോകും. പിന്നെ ഒരു മാണിമാളിക ഉണ്ടായിട്ടും കാര്യമില്ല. ഇന്ന് നമ്മൾ സന്തോഷമായിട്ട് കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ അത് ആ ഒരു കാവൽ ആ വീടിനുള്ളിൽ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. ആ കാവലിനെ എന്ന് പടിയിറക്കി വിടുന്നോ, അല്ലെങ്കിൽ എന്ന് പടിയിറങ്ങി പോകുന്നോ, അന്ന് തീർന്ന് നമ്മളെ വെളിച്ചവും പ്രകാശവും നമ്മളെ സർവ്വതും. ബാപ്പ കരയാറില്ല, കണ്ണീരില്ലാഞ്ഞിട്ടില്ല, നമ്മൾ കരയണ്ടെന്ന് വിചാരിച്ചിട്ടാ. നമ്മൾ ചിരിക്കാൻ വേണ്ടിയിട്ട് കരയൂല. പക്ഷേ ആ ഉള്ളിൻ്റെ വേവ് അതാർക്കും അറിയില്ല. ഒരിക്കൽ പോലും ഒരു വാപ്പാരും ചിന്തിക്കാത്തൊരു കാര്യമുണ്ട്. ഞങ്ങളെന്ന ഒരു ചിന്ത ഒരു വാപ്പാർക്കും വന്നിട്ടുണ്ടാവില്ല. എൻ്റെ മക്കളെന്ന ചിന്തയെ വന്നിട്ടുണ്ടാവുള്ളൂ. ഊണിലും ഉറക്കിലും എൻ്റെ മക്കളെന്ന ചിന്തയിൽ നമ്മളെ കാത്ത് പരിപാലിക്കുന്ന ഒരൊറ്റ ആളേ ഉള്ളൂ ഭൂമിയിൽ, അതുപ്പയാണ്. ആ കൈയോളം ഒരു സംരക്ഷണം തരാൻ ഒരാൾക്കും പറ്റൂല, ഒരു കുടുംബത്തിനും പറ്റൂല, ഒരാൾക്കും പറ്റൂല. കാരണം അത് ഒരു സംരക്ഷണ. നമ്മൾ തളരുന്ന നേരത്തെ ഒന്ന് വന്ന് തലോടിയിട്ട് സാരമില്ല എന്ന് പറയുമ്പോൾ അതൊരു സുഖം. എൻ്റെ ഉപ്പൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യം. പക്ഷേ അത് നമ്മൾ എത്ര പേര് മനസ്സിലാക്കുന്നുണ്ട്? ഒന്നും വേണ്ട, അവർക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള കാര്യം, കഞ്ഞിയാണെങ്കിൽ കഞ്ഞി അവരത് കുടിക്കും, അത് അവർ കുടിച്ച് ശീലിച്ചതാണ്. പക്ഷേ നമുക്ക് ചോദിക്കാൻ പറ്റുന്നൊരു ചോദ്യമുണ്ട്, ഉപ്പ എന്തെങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്ന് തോളിൽ കൈയിട്ടിട്ട് ഒന്ന് ചേർത്ത് പിടിച്ചൊന്ന് ചോദിച്ചു നോക്കുക. അപ്പോൾ ആ മുഖത്ത് വിരിയണ ഒരു പുഞ്ചിരി കാണാൻ പറ്റും. കാരണം എൻ്റെ മക്കൾ എന്നെ ചേർത്ത് പിടിക്കാനുണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യം ഉണ്ടാവും. നിങ്ങൾ കൈ ഒഴിഞ്ഞ് വിടുമ്പോൾ ഒരു കണ്ണീരുണ്ട്. ആ ഒരൊറ്റ കണ്ണീരിൻ്റെ ഒരു തുള്ളി മതി, നമ്മൾ ഉണ്ടാക്കിയതൊന്നും എവിടെയും ഉണ്ടാവില്ല. ആർക്കും നമുക്ക് അത്രത്തോളം സംരക്ഷണം തരാൻ പറ്റുന്ന ഒരാളുമില്ല. ഒരു കുടുംബത്തിൻ്റെ വിളക്ക് ആണ് ഉപ്പ. ഉമ്മാക്ക് തിരിയാവാനേ പറ്റൂ. വിളക്കില്ലെങ്കിൽ തിരിയുണ്ടായിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഈക്വലായിട്ടുള്ള സ്ഥാനമാണ്. വാപ്പക്ക് വാപ്പയും വേണം, ഉമ്മക്ക് ഉമ്മയും വേണം. വാപ്പ ഇല്ലെങ്കിൽ കാവൽ നഷ്ടപ്പെടും, ഉമ്മ ഇല്ലെങ്കിൽ കാരുണ്യം നഷ്ടപ്പെടും. ഇത് രണ്ടും ഇല്ലെങ്കിൽ പിന്നെ ഒന്നും നേടിയിട്ട് കാര്യമില്ല. നമുക്ക് കൊട്ടാരം പണിയാം, പണം ഉണ്ടായാൽ മതി. 2 സർവൻസിനെ വെച്ചാൽ നമ്മളെ കാര്യങ്ങൾ നടക്കും. പക്ഷെ ഉമ്മാന്ന് വിളിക്കുമ്പോൾ വിളി കേൾക്കാൻ ഉമ്മയും, ഉപ്പാന്ന് വിളിച്ച് സലാം ചൊല്ലുമ്പോൾ ആ സലാം മടക്കാൻ ആ സ്ഥാനത്ത് ഒരാളും ഇല്ലെങ്കിൽ അതാ വീടിന് ഒരിക്കലും തീരാത്ത നഷ്ടമാണ്. ആ മക്കളുടെ ജീവിതത്തിൽ പിന്നെ വെളിച്ചമില്ല. ഉപ്പാരെന്ന് പറയുന്നത് മെഴുകുതിരിനെ പോലെയാണ്. മെഴുകുതിരി നമുക്ക് പ്രകാശം തന്നുകൊണ്ടിരിക്കും. ക്യാൻഡിൽ എന്ന് പറയൂലേ, ആ ക്യാൻഡിൽ നമുക്ക് പ്രകാശം തന്നുകൊണ്ടേയിരിക്കും. കത്തിച്ച് വെച്ചാൽ മതി, അത് തീരോളം പ്രകാശം തന്നുകൊണ്ടിരിക്കും. പക്ഷേ നമ്മൾ ആ പ്രകാശത്തിൽ ചിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാത്തൊരു കാര്യമുണ്ട്. ഈ പ്രകാശം എത്രത്തോളം ജ്വലിക്കുന്നുവോ അത്രത്തോളം അത് ഉരുകിക്കൊണ്ടിരിക്കുക. എന്നാലും ആ പ്രകാശത്തിന് അത്രത്തോളം എഫക്റ്റ് ഉണ്ടാവും ജീവിതത്തിൽ. കാരണം അതിങ്ങനെ ഉരുകിത്തീരുന്തോറും ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്നെ പ്രതീക്ഷിച്ചിട്ടാണ്, എന്നെ വിശ്വസിച്ചിട്ടാണ്. അതുപോലെയാണിപ്പ. അതാണിപ്പ. കാരണം എന്തൊക്കെ തരണം ചെയ്യണം ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ, ഏതൊക്കെ തരത്തിൽ അധ്വാനിക്കണം മക്കളെ ഒരു
കരക്കെത്തിക്കാൻ. ആ എത്തുന്നത് വരെ അവർ കത്തിക്കൊണ്ടിരിക്കും. ആ പ്രകാശത്തിൽ നടക്കും. ആ പ്രകാശത്തിൽ നമ്മൾ ചിരിക്കും. വണ്ടിയിൽ കയറുമ്പോൾ മുറ്റത്ത് കാറ് പരിചരിക്കാൻ ആള്. പക്ഷെ അവർ പോയത് കാൽനടയായിട്ടാ, അല്ലെങ്കിൽ ബസ്സിലും കാര്യത്തിലും തൂങ്ങി പിടിച്ചിട്ടാ. ഒരു ചെരുപ്പ് പോലും അവർക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. നമുക്കിന്നതില്ല. നമുക്ക് നിലത്ത് ചവിട്ടണമെങ്കിൽ ചെരുപ്പ് വേണം, നമുക്ക് സഞ്ചരിക്കണമെങ്കിൽ കാറ് വേണം. ബാപ്പാക്ക് അങ്ങനെ യാതൊരു നിർബന്ധമില്ല. നടന്നിട്ടായാലും മക്കൾക്ക് വേണ്ടിയിട്ടാണ് അധ്വാനിക്കും. വെയിലാണെങ്കിലും മഴയാണെങ്കിലും കൊള്ളും, തളരൂല. തളർച്ച ഉണ്ടെങ്കിലും വിൽക്കൂല. എന്താണെന്നറിയോ, വീണ് കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്കാരും ഉണ്ടാവില്ല എന്ന ചിന്തയുണ്ടാവും. പക്ഷെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ, നമ്മളല്ലാതെ നമ്മുടെ വാപ്പക്കാരും ഇല്ലാന്ന്? ഒന്ന് ആത്മാർത്ഥമായി ചേർത്ത് പിടിച്ച് നോക്കുക. ആ മുഖത്ത് കാണാൻ പ്രകാശം. അതിനെ വിട്ട് കളയരുത് ഒരാളും. ബിക്കോസ് ഐ ലവ് മൈ ഫാദർ. അത്രേ എനിക്കറിയൂ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.